Hello friends, welcome to Rajiv's Vlogs. ഇന്ന് നമ്മളൊരു Luminar എഡിറ്റിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കുട്ടിയുടെ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. ഈ ഫോട്ടോ അല്ല കേട്ടോ, ഇതിപ്പം പഴയൊരു ഫോട്ടോയാണ്. ഞാനപ്പം ആ ഫോട്ടോസ് ഓൾറെഡി ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്തു. അപ്പോൾ അതിലെ ഒരു ഫോട്ടോ ഞാൻ വിചാരിക്കുന്നു ഈ ചിത്രം ഓക്കെ, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് അല്ല ഇതിനകത്ത് ഇട്ടേക്കുന്നത്, നമ്മുടെ കുഞ്ഞിൻ്റെ ഫോട്ടോസ്. അതിനകത്ത് ഈ ചിത്രം ഇതും കൂടെ ഒന്ന് മിനിമൈസ് ചെയ്യാമല്ല. ഓക്കെ, ഈ ചിത്രം നമുക്കൊന്ന് ലൂമിനാറിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് വ്യത്യാസം, ഫോട്ടോഷോപ്പിൽ ചെയ്തതിനെക്കാട്ടും ബെറ്റർ ആണോ അതോ മോശമായിരിക്കും എന്ന് നോക്കാം. ഫോട്ടോഷോപ്പിൽ വലിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല, ആദ്യം ലൈറ്റ് റൂമിൽ ബേസിക് എഡിറ്റിംഗ് ചെയ്തു, എന്നിട്ട് സ്കിന്ന് മാത്രം ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ടുള്ളൂ. ലൂമിനാറിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, റോ ഫയൽ വെച്ച് നോക്കാം. അപ്പം ഈ ചിത്രത്തിൻ്റെ 0834 ആണ് റോ ഫയലിൻ്റെ നമ്പർ. ഓക്കെ, ഈ ഫോട്ടോയാണത്. നമുക്ക് വലുതായിട്ട് എഡിറ്റ് ചെയ്യേണ്ടാത്തൊരു ഫോട്ടോയാണ്. ബേസിക്കലി എടുത്ത ഫോട്ടോസൊന്നും അത്ര വലിയ മോശമല്ലായിരുന്നു, ലൈറ്റിങ്ങും വരാൻ നല്ലതായിരുന്നു. ഞാനിടയ്ക്ക് റോ അല്ലാതെ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. അപ്പോൾ ആ ടൈമിൽ പിന്നെ ഈ കുട്ടിയുടെ ഫോട്ടോ എടുത്തപ്പോൾ പിന്നെ റോ ആക്കാൻ മറന്നുപോയി, അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടുണ്ട്. ഓക്കെ, JPEG ഫയലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിത് ആദ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഫോട്ടോഷോപ്പിലെ സെയിം കീസാണ്, കൺട്രോൾ ബ്രാക്കറ്റ് ഞെക്കിയാൽ ഫോട്ടോ റൊട്ടേറ്റ് ആകും. നമുക്കിപ്പം ഇത് എഡിറ്റിംഗ് ഇല്ലാത്ത ഫോട്ടോ, എഡിറ്റിംഗ് ഉള്ള ഫോട്ടോ ഇതാണ് എഡിറ്റ് ചെയ്ത ഫോട്ടോ. അതായത് സൂം ചെയ്താൽ സ്കിന്നൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതർവൈസ് സെയിം ഫോട്ടോയാണ്. നമുക്ക് ലൂമിനാറിലെ സ്ലൈഡേഴ്സ് യൂസ് ചെയ്ത് എത്രമാത്രം ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കോൺട്രാസ്റ്റ് കൂട്ടി, എക്സ്പോഷർ കൂട്ടി. നമ്മൾ കുറേ നാളായി എഡിറ്റിംഗ് വീഡിയോസ് ചെയ്തിട്ട്. ഹൈലൈറ്റ്സ്, ഷാഡോസ് വേണം ഇച്ചിരി ഒന്ന് കൂട്ടാം. ഇനി നമുക്ക് AI എൻഹാൻസ് ഒന്ന് നോക്കാം. AI എൻഹാൻസ് വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ ചിത്രം എൻഹാൻസ് ആകുമെന്ന് നോക്കാം. നമുക്കൊരു 50% AI എൻഹാൻസ് കൂട്ടി. ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. കൂടുതൽ എഫക്ട്സും ബാക്ക്ഗ്രൗണ്ടിലാണ് വന്നേക്കുന്നത്. സ്ട്രക്ചർ നമുക്ക് ഈ ഫോട്ടോയിൽ ചെയ്യേണ്ട, കളർ വലുതായിട്ടൊന്നും ചെയ്യാനില്ല. ഡീറ്റെയിൽസ് എൻഹാൻസർ ഇത് ചെയ്യണ്ട. ചെറിയൊരു വിഗ്നെറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സബ്ജക്റ്റിനെ ചൂസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സബ്ജക്റ്റ് വിഗ്നെറ്റ് ഇത്ര മതി അല്ലേ, വിഗ്നെറ്റ് ബിഫോർ ആഫ്റ്റർ. ഓക്കെ, നമുക്ക് അടുത്ത പാനലിലേക്ക് പോകാം. ക്രിയേറ്റീവ് പാനൽ സ്കൈ റീപ്ലേസ്മെൻറ്റ് നമുക്കൊന്നും ചെയ്യാനില്ല. ഓഗ്മെൻറ്റഡ് സ്കൈ ചെയ്യാനില്ല, സ്കൈയുടെ പോർഷൻസ് ഇല്ല. സൺറൈസ് വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം. സൺ സെൻറ്റർ എവിടെ വേണം നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം. ഇവിടെയായിട്ട് കൊടുക്കാം അല്ലേ. ഇനി എമൗണ്ട് നമുക്ക് കൊടുക്കാം. ഇവിടെയാണോ വന്നേക്കുന്നത്, ഇവിടുന്ന് വരട്ടെ സണ്ണ്, അല്ലെങ്കിൽ ഇവിടുന്ന് വരട്ടെ അല്ലേ. എമൗണ്ട് ഒന്ന് കൊടുക്കാം. ഓവറോൾ ലുക്ക് നമുക്ക് നോക്കാമല്ലോ, ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുക്കാമല്ലേ. സൺറേയുടെ ലെങ്ത് ഒന്ന് കൂട്ടാം. പെനിട്രേഷൻ ഇത്രയും വേണ്ടത്, ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. ഇങ്ങനെ ഇരിക്കട്ടെ. കുഞ്ഞിൻ്റെ ഫേസിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇരിക്കട്ടെ, നമുക്ക് നോക്കാം എങ്ങനെ പോകും നോക്കാമല്ലോ. ഡ്രമാറ്റിക് എമൗണ്ട് ഒന്ന് കൂട്ടിയാൽ എന്ത് സംഭവിക്കും, അത് മടുപ്പ്, അത് വേണ്ട. മാറ്റേ ലുക്ക് വേണ്ട, മിസ്റ്റിക്കൽ ലുക്ക് വേണ്ട. കളർ സ്റ്റൈൽസ്, ലഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ചുമ്മാ ഒന്ന് നോക്കാം. ഓരോ ലഡ്സിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഇത് കൊള്ളാം. ബേക്കേഴ്സ് ഫീൽഡ്, ഇത് ബേക്കേഴ്സ് ഫീൽഡ് ഒന്ന് അപ്ലൈ ചെയ്യാം. കോൺട്രാക്റ്റ് ഇച്ചിരി ഒന്ന് കൂട്ടണമെന്ന് എനിക്ക് തോന്നുന്നു. കോൺട്രാസ്റ്റ്, ഗ്ലോ വേണ്ട, ഫിലിം ഗ്രെയിൻ വേണ്ട, ഫോഗ് വേണ്ട. പ്രൊഫഷണൽ പ്രോയിലേക്ക് വരാം. കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടാം. ഹൈലൈറ്റ്സ് കോൺട്രാസ്റ്റ്, മിഡ് ടോൺ കോൺട്രാസ്റ്റ്, ഷാഡോ കോൺട്രാസ്റ്റ് എല്ലാം നമ്മൾ കൂട്ടി കേട്ടോ ചെറുതായിട്ട്. അഡ്ജസ്റ്റബിൾ ഗ്രേഡിയൻറ്റ് വേണ്ട, ഡോഡ്ജ് ആൻഡ് ബേൺ വേണ്ട. കളർ എൻഹാൻസ് ഒന്ന് കൂട്ടി നോക്കാം. ബ്രില്യൻസ് ഒന്ന് കൂട്ടി നോക്കാം. ഫോട്ടോ ഫിൽറ്റർ ഒന്നും വേണ്ട. ഫോട്ടോ ഫിൽറ്റർ എന്താ സംഭവം, ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. സ്പ്ലിറ്റ് ടോണിങ് വേണ്ട. നമുക്കിനി സ്കിന്നൊന്ന് എൻഹാൻസ് ചെയ്യാം. സൂം ചെയ്തിട്ട് ചെയ്യാം അല്ലേ. ഷൈൻ റിമൂവൽ, ബിഫോർ ആഫ്റ്റർ നോക്കാം. ബിഫോർ ആഫ്റ്റർ വലിയ മാറ്റങ്ങളൊന്നുമില്ല. കുട്ടിയുടെ സ്കിന്നല്ലേ, അതുകൊണ്ട് വലിയ വിഷയം വരത്തില്ല. പോർട്രേറ്റ് എൻഹാൻസർ, ഫേസ് ലൈറ്റ് ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, അത് കൊള്ളാം. ഇപ്പോൾ ഫേസ് ഒന്ന് എടുത്ത് വരുന്നുണ്ട്. റെഡ് ഐ നമുക്കില്ല. ഐ വൈറ്റനിങ് വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. ഇച്ചിരി ഒന്ന് വൈറ്റ് കളർ കൂടിയിട്ടുണ്ട്. സൂം ഔട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. ഐ എൻഹാൻസർ ചെറുതായിട്ടൊന്ന് കണ്ണൊന്ന് കിടുവാക്കാം അല്ലേ.
ഐ എൻഹാൻസർ അപ്ലൈ ചെയ്തു. ഫേസ് ഒന്ന് സ്ലിം ചെയ്യേണ്ട, അത് മോഡലിംഗ് ചെയ്യുമ്പോഴത്തേക്കിനുള്ള കാര്യമാണ്. മോഡൽ ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിയുടെ ഫോട്ടോ നമുക്ക് അതുപോലെ തന്നെ കാണാം. ഐ എൻലാർജ് ചെയ്യേണ്ട, ലിപ്പിന് വേണമെങ്കിൽ ഇച്ചിരി കളർന്ന് കൊടുക്കാം. ഓക്കെ, പല്ലില്ലാത്ത കുഞ്ഞിന് ടീറ്റ് വയറ്റനിങ്ങിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത ഫോട്ടോ. സൂം ഔട്ട് ചെയ്ത് നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒന്ന് നോക്കാം. ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. ഇത്രയും ചേഞ്ചസ് ഉണ്ട് നമുക്ക് ലൈറ്റ് റൂമിൽ. കണ്ടോ, സോറി, ലൈറ്റ് റൂം പോട്ടെ, ലൂമിനാറിൽ അതും ക്ലിക്സിൽ ഇത്രയും കാര്യങ്ങൾ. അതായത് നമുക്ക് ഈ ഒരു എഫക്റ്റൊക്കെ കിട്ടണമെങ്കിൽ ബിഫോർ ആഫ്റ്റർ ഈ എഫക്റ്റൊക്കെ കിട്ടണമെങ്കിൽ ഫോട്ടോഷോപ്പിൽ കുറച്ചും കൂടി ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ ഇത്രയും മാറ്റങ്ങൾ നമുക്ക് ലൂമിനാറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ലൂമിനാർ ട്യൂട്ടോറിയലാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഇത് ലൂമിനാർ നിങ്ങൾക്ക് വാങ്ങുന്നെങ്കിൽ ഏകദേശം 1700 രൂപ വരത്തുള്ളൂ. അതായത് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ കാണാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ iStudio എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്ത് അതിൽ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്കിൽ പോയി കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് $10 ഡിസ്കൗണ്ടാണ് കിട്ടുന്നത്. 10% അല്ല, $10 ഡിസ്കൗണ്ട് കിട്ടും. അതിപ്പോൾ $20 ആക്കിയെന്നൊരു സംശയമുണ്ട്. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ. അപ്പോൾ നിങ്ങൾക്ക് 500-600 രൂപയ്ക്ക് ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.